സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോഡൽ എക്സാം ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, റൈഡർ കപ്പ് ട്രോഫി ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൈഡർ കപ്പ് ട്രോഫി ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗോൾഫ് ആണ്. ഓപ്ഷൻ ബി ഗോൾഫ്. മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? തൊടുപുഴയാറിലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. തൊടുപുഴയാർ. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. പ്രസിദ്ധീകരണത്തിന്റെ പേര് സംഖ്യ. ആരംഭിച്ചത് PC മഹാലനോബിസ്. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസാക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. ഓപ്ഷൻ ബി പാർലമെന്റ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏവ? ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത്, രോഗങ്ങൾ തന്നിരിക്കുന്നത് ടെറ്റനസ്, സിഫിലിസ്, മീസിൽസ്, ടൈഫോയിഡ് എന്നിവയാണ്. ഇതിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ടെറ്റനസ്, സിഫിലിസ്, ടൈഫോയിഡ്. ടെറ്റനസ്, സിഫിലിസ്, ടൈഫോയിഡ് എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. മിസിൽസ് വൈറസ് രോഗമാണ്. മിസിൽസ് ഏതാണ്? വൈറസ് ആണ്. വൈറസ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 39A ആണ്. അനുച്ഛേദം 39A. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ, ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് റവിയാണ്. റവി നദിയാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ഇവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പം ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? റവി നദിയാണ് ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ജലം. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ് ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ്. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? കമന്റ് ചെയ്യുക. അല്യൂറോൺ എന്ന പ്രോട്ടീൻ കണങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? അല്യൂറോൺ എന്ന പ്രോട്ടീൻ കണങ്ങൾ കാണപ്പെടുന്നത് വിത്തുകളിലാണ്. വിത്തുകളിൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ് ആണ്. സ്റ്റേപ്പീസ്. താഴെ കൊടുത്തവയിൽ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏത്? ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം എലിപ്പനിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എലിപ്പനി. ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന രക്താണുക്കൾ ഏത്? ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നത് ശ്വേതരക്താണുക്കളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ശ്വേതരക്താണുക്കൾ.
ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം താഴെ പറയുന്നവയിൽ ഏത് ചക്രത്തെ ബാധിക്കുന്നു? ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം ഏത് ചക്രത്തെ ബാധിക്കുന്നു? കാർബൺ ചക്രത്തെയാണ് ബാധിക്കുന്നത്. ഓപ്ഷൻ ഡി, കാർബൺ ചക്രം. DDTയുടെ ഉപയോഗം പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഹാനീകരണം വിളിച്ചോതുന്ന നിശബ്ദ വസന്തം ആരുടെ പുസ്തകമാണ്? നിശബ്ദ വസന്തം എന്നത് ആരുടെ പുസ്തകമാണ്? റേച്ചൽ കാർഡ്സിന്റെ പുസ്തകമാണ് നിശബ്ദ വസന്തം എന്നത്. എന്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? DDTയുടെ ഉപയോഗത്തെക്കുറിച്ചാണ്. വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം? വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് 1981. 1981. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന വാതകം? പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്നത് ഓക്സിജൻ ആണ്. പ്രകാശ സംശ്ലേഷണ അവയവം എന്നറിയപ്പെടുന്നത്? പ്രകാശ സംശ്ലേഷണ അവയവം എന്നറിയപ്പെടുന്നത് ഇല. ഏത് ലോഹത്തിന്റെ അഭാവം മൂലം നാരകച്ചെടിയിൽ എക്സാൻതീമ എന്ന രോഗമുണ്ടാകുന്നത്? രോഗത്തിന്റെ പേര് എക്സാൻതീമ. ഏത് ചെടിയിലാണ്? നാരകച്ചെടിയിൽ. ഏത് ലോഹത്തിന്റെ അഭാവം മൂലമാണ്? ചെമ്പിന്റെ അഭാവം മൂലമാണ്. ഓപ്ഷൻ ഡി, ചെമ്പ്. മൃതകോശങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത്? മൃതകോശങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് സാപ്രോഫൈറ്റുകൾ എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സാപ്രോഫൈറ്റുകൾ. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം? പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ്. പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡ്. ഏത് വൈറ്റമിൻ ആണ് രാസപരമായിട്ട് പാന്തോതെനിക് ആസിഡ്? പാന്തോതെനിക് ആസിഡ് എന്നത് ഏത് വൈറ്റമിൻ ആണ്? ഏത് വൈറ്റമിൻ? വൈറ്റമിൻ B5 ആണ്. വൈറ്റമിൻ B5. പാന്തോതെനിക് ആസിഡ് വൈറ്റമിൻ B5. ചുവടെ പറയുന്ന വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിൽ അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. വന്യജീവി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ. കുറിഞ്ഞിമല ഇടുക്കി. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ. ചെന്തരുണി ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ചിമ്മിനി തൃശ്ശൂരാണ്. കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ്. കൊട്ടിയൂർ കണ്ണൂർ ജില്ലയിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? ശരിയായ ജോഡി അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി ഉൽപാദനം, പിസിക്കൾച്ചർ തേനീച്ച വളർത്തൽ, സെറികൾച്ചർ സിൽക്ക് ഉൽപാദനം, സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് തെറ്റായ ജോഡി ഏത് എന്നാണ്. ഓപ്ഷൻ ബി പിസിക്കൾച്ചർ തേനീച്ച വളർത്തൽ എന്ന് തന്നിരിക്കുന്നു. അതാണ് തെറ്റായിട്ടുള്ളത്. പിസിക്കൾച്ചർ എന്നാൽ ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ്. തേനീച്ച വളർത്തൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? എപ്പിക്കൾച്ചറാണ് തേനീച്ച വളർത്തൽ. പിസിക്കൾച്ചർ ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷി, എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തൽ. ഹോർട്ടിക്കൾച്ചർ പഴം പച്ചക്കറി ഉൽപാദനം ശരിയാണ്. സെറികൾച്ചർ സിൽക്ക് ഉൽപാദനം ശരിയാണ്. സിൽവികൾച്ചർ ശാസ്ത്രീയമായ രീതിയിൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കുന്നത് ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ, അവയുടെ അപരനാമങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. നദികൾ, അപരനാമങ്ങൾ എന്നിവ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. നിള അല്ലെങ്കിൽ പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്.
നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ, പേരാർ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. തലയാർ എന്നറിയപ്പെടുന്നത് പാമ്പാറാണ്. തലയാർ, പാമ്പാർ. മഞ്ഞ നദി അല്ലെങ്കിൽ മുരാടുപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴയാണ് മഞ്ഞ നദി. മുരാടുപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ചൂർണി, പെരിയാർ. നിള അല്ലെങ്കിൽ പേരാർ ഭാരതപ്പുഴ, തലയാർ പാമ്പാർ, മഞ്ഞ നദി അല്ലെങ്കിൽ മുരാടുപുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ചൂർണി എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാട്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കേരള സിംഹം പഴശ്ശിരാജ. കേരള സിംഹം പഴശ്ശിരാജ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം ഏതാണ്? ഉപ്പ് നിയമം. കേളപ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂരാണ്. പയ്യന്നൂരാണ് കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം. ഓപ്ഷൻ ഡി, പയ്യന്നൂർ. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശ്രീനാരായണ ഗുരു. ദൈവദശകം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് കണ്ടെത്തുക. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് തന്നിരിക്കുന്നത് സംസ്ഥാന സർവീസ്, അന്താരാഷ്ട്ര സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്. ഇതിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് അന്താരാഷ്ട്ര സർവീസ് ആണ്. ഓപ്ഷൻ ബി, അന്താരാഷ്ട്ര സർവീസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഓപ്ഷൻ ബി. വർഷം ഏതാണ്? 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n². ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യധമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. ശരിയായ പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എയും ബിയും ശരിയാണ്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n² ആണ്. ശരിയാണ്, 2n². ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യധമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. ശരിയാണ്. അടുത്ത ചോദ്യം, അന്ധരെ സഹായിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? അന്ധരെ സഹായിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ തന്നിരിക്കുന്നത് വൈറ്റ് കെയിൻ, ടോക്ടെയിൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, ഇവ എല്ലാം. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ എല്ലാം ആണ്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. താഴെ പറയുന്നവയിൽ മക്സസെ അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. മക്സസെ അവാർഡ് തന്നിരിക്കുന്നു. മക്സസെ പുരസ്കാരമാണ് ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത്. 6 വിഷയങ്ങളിൽ മക്സസെ പുരസ്കാരം നൽകിയിരുന്നു.
മക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ മദർ തെരേസയാണ്. മക്സസെ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. എയും ബിയും ശരിയാണ്. മക്സസെ പുരസ്കാരം ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? മക്സസെ പുരസ്കാരമാണ്. ശരിയാണ്. 6 വിഷയങ്ങളിൽ മക്സസെ പുരസ്കാരം നൽകിയിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു കാറ്റഗറിയിൽ മാത്രമാണ് മക്സസെ പുരസ്കാരം നൽകുന്നത്. ഇനി മക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ആരാണ്? വിനോബ ഭാവെയാണ് മക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ. വിനോബ ഭാവെ. അടുത്ത ചോദ്യം. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം ഏതാണ്? ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസം. മൺസൂൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മൺസൂൺ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ബ്ലോക്ക് പഞ്ചായത്താണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ചക്ക. കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് കണ്ണൂരാണ്. കണ്ണൂർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ജീവരേഖ പെരിയാറാണ്. പെരിയാർ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമാണ്. ഓപ്ഷൻ ബി തലശ്ശേരി. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. UNDPയുടെ ആഹ്വാനമനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയ വർഷം 1989. ലോക ജനസംഖ്യ 500 കോടി തികച്ച വർഷം 1987 ജൂലൈ 11. ഓപ്ഷൻ ഡി. ഇവ എല്ലാം ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ എല്ലാം ശരിയാണ്. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 11. UNDPയുടെ ആഹ്വാനം അനുസരിച്ച് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 1989 മുതലാണ് ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. ലോക ജനസംഖ്യ 500 കോടി തികച്ച വർഷമാണ് 1987 ജൂലൈ 11. 1987 വർഷം 87 87 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി തികഞ്ഞു. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങി. കോക്ലിയയ്ക്കുള്ളിലെ അറകളുടെ എണ്ണം എത്രയാണ്? കോക്ലിയയ്ക്കുള്ളിലെ അറകളുടെ എണ്ണം 3. ഓപ്ഷൻ സി 3. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം അൾട്രാസോണിക് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അൾട്രാസോണിക്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.